നല്ല പ്രൊഫഷണലാണ്, ഹാർഡ് വർക്കിംഗ് ആണ്. പിന്നെ ഇവിടെ ആയിട്ട് ഇഷ്ടപ്പെട്ടു, കല്യാണം വീട്ടുകാർ. കൊച്ചിനെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി മരിച്ചു പോയി. അപ്പോൾ പുള്ളിയെന്ന് വെച്ചാൽ കുറച്ച് നല്ല ഫോർവേഡാണ് ഈ കാര്യങ്ങളിലൊക്കെ. അറിയിച്ചു തന്നെയാണ് ആ സമയത്ത്. എല്ലാവർക്കും നമസ്കാരം. നടി മല്ലികയുടെ മകളായിട്ടുള്ള അൽമ എന്ന പെൺകുട്ടിയുടെ മരണം ദുരൂഹതയൊന്നുമല്ല, സ്വന്തം ഭർത്താവ് തന്നെ, വിഷ്ണുവായ അധ്യാപകനായ ആ ഭർത്താവായ വ്യക്തി തന്നെ തീർത്ത് കളഞ്ഞു. സംശയരോഗം മാത്രമല്ല, സ്ഥാപിക്കുന്ന രീതിയിലാണ്. അതായത് ഈ സ്വന്തം ഭാര്യയായിട്ടുള്ള അൽമ എന്ന പെൺകുട്ടി മറ്റൊരു പുരുഷനുമായിട്ട് കിടക്ക പങ്കിട്ടു എന്ന സത്യം വരെ തിരിച്ചറിഞ്ഞതിനെ തുടർന്നിട്ടാണ് ഈ വിഷ്ണു തീർത്ത് കളഞ്ഞതെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ഓരോ ദിവസം ഇതിന്റെ ചുരുളഴിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. സത്യാവസ്ഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. 9-10 വർഷത്തെ പ്രണയം, എന്തർത്ഥമാണ് അതിനുള്ളതെന്നാണ് ഞാൻ ആലോചിച്ചത്. ഇവിടെ ഒരുപാട് പേര് പ്രണയിക്കുന്നു, വിവാഹങ്ങൾ കഴിക്കുന്നു, എന്താണ് ഏതാണ് എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെയുണ്ട്. അതുപോലെ ഇവര് തമ്മിൽ ഓൺലൈൻ ബന്ധങ്ങളോ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഈ വിഷ്ണുവിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു, PG എങ്ങാണ്ട് പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഈ അൽമ എന്ന പെൺകുട്ടി. അതിനെ തുടർന്നിട്ട് അധ്യാപകനെ പ്രണയിച്ചു, കല്യാണം കഴിച്ചു. അത് തന്നെ എനിക്കൊരു നെഗറ്റീവ് എനർജിയാണ് അവിടെ നിന്ന് ഫീൽ ആകുന്നത്. നമ്മളെ പഠിപ്പിക്കുന്ന വ്യക്തിയെ എപ്പോഴും നമ്മൾ അധ്യാപകനായിട്ട് തന്നെ കാണണം. മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അധ്യാപകൻ. ആ അധ്യാപകനുമായിട്ട് അല്ലെങ്കിൽ അധ്യാപികയുമായിട്ട് ഒരിക്കലും പ്രണയബന്ധം സ്ഥാപിക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. നമ്മളെ പഠിപ്പിച്ച അല്ലെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം പകർന്നു തന്ന ഒരു വ്യക്തിയോട് ഒരിക്കലും നമ്മൾ പ്രണയബന്ധം സ്ഥാപിക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇതിനോട് നിങ്ങൾക്ക് യോജിക്കാം, യോജിക്കാതിരിക്കാം. അധ്യാപകനെ എപ്പോഴും നമ്മൾ ആ സ്ഥാനത്ത് മാത്രമേ കാണാവൂ. എന്നാൽ ഇവിടെ അതുപോലെ തന്നെ വിഷ്ണു ഒരു അധ്യാപകനാണ്, തൻ്റെ സ്റ്റുഡന്റിനെ സ്റ്റുഡൻ്റായിട്ട് മാത്രം കാണുക. അവിടെ ഒരു മറ്റൊരു ബന്ധം, അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ എന്തർത്ഥമാണ് അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധമെന്ന് ചോദിക്കേണ്ടി വരും. ഒരിക്കലും തന്റെ വിദ്യാർത്ഥിയെ പ്രണയിക്കാൻ പാടില്ല ഒരു അധ്യാപകരും എന്ന് എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ തിരിച്ചും എന്തായാലും നടക്കാൻ പാടില്ലാത്തത് അവരുടെ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ സംഭവിച്ചു. അധ്യാപകനും വിദ്യാർത്ഥിനിയും തമ്മിലുള്ള പ്രണയബന്ധം, അതേ തുടർന്ന് 9 വർഷത്തോളം പ്രണയം, കല്യാണം ഒക്കെ കഴിച്ച് അവർ ജീവിക്കുന്നു. പക്ഷേ കല്യാണത്തിന് മുന്നേ തന്നെ ഇവരുടെ പ്രണയം മൂർഖന്യ നിമിഷത്തിൽ അങ്ങ് പീക്ക് ലെവലിൽ നിന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന വിഷ്ണുവിന് കുട്ടികൾ ഉണ്ടാവില്ല എന്ന വാർത്ത ഈ പറയുന്ന അൽമയ്ക്കും കുടുംബത്തിനും അറിയാമായിരുന്നു. അത് അറിഞ്ഞിട്ടും ഈ പറയുന്ന വിഷ്ണുവിനെ അൽമയും കുടുംബവും സ്വീകരിച്ചു എന്നതാണ് മറ്റൊരു സത്യം. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു കുടുംബ ബന്ധമാകുമ്പോൾ അവിടെ കുട്ടികൾ എന്ന് പറയുന്ന ഒരു ഫാക്ടർ മെയിൻ ആണല്ലേ. വേണം വേണ്ടാതിരിക്കുക, അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. എന്നാലും എല്ലാ കുടുംബങ്ങളിലും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികൾ. അത് ചിലപ്പോൾ ഉണ്ടായില്ലെങ്കിൽ ഇനി അവർ ദത്തെടുക്കുക, അഡോപ്റ്റ് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ ജീവിക്കാറുണ്ട്. ഇവിടെ ഇവരെ ഈ അഡോപ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പുറത്തു വരുന്നത്. പക്ഷേ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കുടുംബങ്ങൾക്കും അറിയാമായിരുന്നു ഈ വിഷ്ണു എന്ന് പറയുന്ന പയ്യന് കുട്ടി ഉണ്ടാവത്തില്ല എന്ന്. അത് അറിഞ്ഞിട്ടും പ്രണയത്തിന്റെ മൂർഖന്യ നിമിഷത്തിൽ നിന്നതുകൊണ്ട് ഈ വിഷ്ണുവിനെ അൽമ എന്ന് പറയുന്ന പെൺകുട്ടി സ്വന്തമാക്കി അവനോടൊപ്പം ജീവിക്കാൻ തയ്യാറായി. ഭയങ്കര വലിയ മനസ്സായിരുന്നു. പക്ഷേ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്താണെന്ന് അറിയില്ല, നമ്മുടെ ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും മർമ്മപ്രധാനമായ ഘടകം തന്നെയാണ് സെക്സ് എന്ന് പറയുന്നത്. അതിൽ വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ ആ കുടുംബ ബന്ധം തകരുമെന്നതിൽ ഒരു 90% ഉറപ്പാണ്. സെക്സ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടന്റ് കാര്യം ഇൻ എവരി ദാമ്പത്യ ജീവിതം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അപ്പോൾ പല പുരുഷന്മാരും കല്യാണം കഴിഞ്ഞതിന് ശേഷം സ്ത്രീകളെ കുറെ കാലമൊക്കെ കുഴപ്പമില്ല, പിന്നെ അങ്ങോട്ട് ഗൗനിക്കത്തില്ല, പിന്നെ അവർ വലിയ താല്പര്യം പ്രകടിപ്പിക്കാറില്ല. പല കുടുംബങ്ങളുടെ കഥകൾ ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ടും പേഴ്സണലി ഞാൻ സംസാരിച്ച് മനസ്സിലാക്കിയതും കൊണ്ടാണ് ഞാൻ പറയുന്നത്. ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു താല്പര്യമൊന്നും പിന്നെ പുരുഷന്മാർക്ക് സ്വന്തം ഭാര്യമാരോട് വരാറില്ല. എല്ലാവരുടെ അങ്ങനെ ആണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും അങ്ങനത്തെ ഒരുപാട് പേര് പേഴ്സണലി എന്നെ കോൺടാക്ട് ചെയ്ത് സംസാരിച്ചതിന്റെ അറിവിൽ വെച്ചിട്ട് ഞാൻ സംസാരിക്കുകയാണ്. കാരണം ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹവും ബന്ധവും പിന്നെ സെക്സ് ലൈഫ് കാര്യങ്ങളെല്ലാം ഫ്ലോപ്പ് ആകാറുണ്ട്. പ്രണയിച്ച് കല്യാണം കഴിച്ചവരാവട്ടെ അല്ലാണ്ട് കല്യാണം കഴിച്ചവരാകട്ടെ, ആദ്യമുള്ള ആ ഒരു ചോരത്തിളപ്പ് പിന്നെ കാണത്തില്ല. അങ്ങനെ വരുമ്പോൾ പുരുഷന്മാരുടെ കുറച്ച് ഏജ് കഴിയുമ്പോൾ അവന്മാർക്ക് കുറച്ച് കുറവുണ്ടാവും, അല്ലെങ്കിൽ കുടുംബ പ്രാരാബ്ദങ്ങളുടെ ഇടയിൽപ്പെട്ട് അവർ ജീവിക്കുന്നതിന്റെ ആ ഒരു ഇതും മക്കളുടെ ഭാവിയൊക്കെ പറ്റിയിട്ട് ചിന്തിച്ച് ഈ ഒരു താല്പര്യത്തോട് കുറഞ്ഞങ്ങ് പോകാറൊക്കെ ഉണ്ട്. പക്ഷേ സ്ത്രീകൾ അങ്ങനെയല്ല. അവർക്കൊരു പ്രായം വരെ ഇത് വലിയൊരു നീഡ്സ് ആണ്. അത് ആണുങ്ങൾക്കും അങ്ങനെ തന്നെയാണ്, പെണ്ണുങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ സ്ത്രീകൾക്ക് കുറച്ചുകൂടി നീഡ്സ് അധികമാണ്. അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിൽ സെക്സ് എന്ന് പറയുന്ന ഒരു ഘടകത്തിന് മുഖ്യ ഒരു പങ്ക് പുരുഷന്മാർ കൊടുത്തില്ലെങ്കിൽ ഭാര്യമാർ ചിലപ്പോൾ വേറെ പോയെന്നിരിക്കും. അത് ശരിയെന്നല്ല ഞാൻ വാദിക്കുന്നത്, അങ്ങനെ ചിലപ്പോൾ പോയെന്നിരിക്കും. അങ്ങനെ സംഭവിക്കാറുണ്ട്. പല കുടുംബ ബന്ധങ്ങളും അങ്ങനെ തകർന്ന ചരിത്രങ്ങളുണ്ട്.
അങ്ങനെ തകർന്ന് തരിപ്പണമായ പല കുടുംബ ബന്ധങ്ങളിലുള്ള സ്ത്രീകൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്, പുരുഷന്മാരും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് അത്രയും ഉറപ്പിച്ച് പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ സെക്സ് എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ്. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ ഇത് നടക്കുന്നുണ്ടോ, നടന്നിരുന്നോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഈ പറയുന്ന അൽമയുടെ ഒരു ഇത് വെച്ചിട്ട് അൽമയ്ക്ക് സെക്ഷൽ നീഡ്സ് അത്യാവശ്യമാണ്, ആവശ്യവുമാണ്. എന്നാൽ വിഷ്ണുവിന് തൻ്റെ ഭാര്യയെ അത്രയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പ്രത്യേകിച്ച് തൻ്റെ പ്രൈവറ്റ് പാർട്ടിന് എന്തോ പ്രശ്നമുണ്ടെന്നും കുട്ടികൾ ഉണ്ടാവില്ല എന്നും കല്യാണത്തിന് മുന്നേ തന്നെ മറ്റെന്തോ പ്രശ്നത്താൽ ഇവർ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു ഈ പറയുന്ന വിഷ്ണുവിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന്. അത് അറിഞ്ഞു വെച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ അത് തന്നെ ഒരു വലിയ ഘടകമായി, ഇത്രയും വലിയ ഘടകമായ സെക്സ് എന്ന് പറയുന്ന ഫാക്ടർ അവിടെ നടക്കാണ്ടായി. അല്ലെങ്കിൽ ഇനി വിഷ്ണുവിന് സെക്സ് ചെയ്യാനുള്ള കഴിവ് പോലും ഇല്ലേ എന്നുള്ളൊരു ചോദ്യചിഹ്നവും കൂടി അവിടെ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആത്മ ഉറപ്പായിട്ട് മറ്റൊരു പുരുഷന്റെ ഇത് തേടിയിരിക്കും എന്നത് ഒരു 90% നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ പ്രണയത്തിന്റെ മൂർഖന്യ നിമിഷത്തിൽ നിന്നതുകൊണ്ട് തന്നെ ഇവർ ഈ പറഞ്ഞതുപോലെ അങ്ങ് ഒരുമിച്ച് ജീവിക്കാൻ ഇറങ്ങി തിരിച്ചു. പിന്നെ മനസ്സിലായി പ്രണയമല്ല ജീവിതമെന്ന്. ഇപ്പോൾ പിന്നെ ഈ പറയുന്ന വിഷ്ണുവിന് ആൽമയുടെ അടുത്ത് ഭയങ്കര സ്നേഹവും ജീവനുമായിരുന്നു. പക്ഷേ അവൾ മറ്റൊരു ബന്ധം സ്ഥാപിച്ചെന്നും സ്വന്തം ഭർത്താവിനെ ചതിച്ചുമെന്നും തിരിച്ചറിഞ്ഞ വിഷ്ണു തീർത്ത് കളഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വിഷ്ണുവിന്റെ കൊച്ചിച്ചന്റെ മകനോ അങ്ങനെ ബന്ധുവായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കേട്ട് നോക്കാം. അവൻ ഒരു പ്രൊഫഷന്റെ കാര്യത്തിൽ അവൻ നല്ല പ്രൊഫഷനാണ്, ഹാർഡ് വർക്കിംഗ് ആണ്. പിന്നെ ഇവര് ആയിട്ട് ഇഷ്ടപ്പെട്ടു, കല്യാണം. വീട്ടുകാർ കൊച്ചിനെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി മരിച്ചുപോയി. അപ്പോൾ പുള്ളിയെന്ന് വെച്ചാൽ കുറച്ച് നല്ല ഫോർവേഡാണ് ഈ കാര്യങ്ങളിൽ. കുട്ടികളുണ്ടാവുന്ന കാര്യം അറിയിച്ച് തന്നെയാണ്. ആ സമയത്ത് അവന് പണ്ട് തൊട്ടേ അവന് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ വ്യക്തി പറയുന്നത് അറിയിച്ച് തന്നെയാണ് കല്യാണം കഴിച്ചത്. അതായത് വിഷ്ണുവിന് കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം ഈ പറയുന്ന ആൽമയുടെ കുടുംബത്തെ അറിയിച്ച് തന്നെയാണ് കല്യാണം കഴിച്ചതെന്നാണ് പറയുന്നത്. അതിനെ തുടർന്ന് പിന്നെ നടക്കാൻ പാടില്ലാത്ത പലതും നടന്നു. ദാമ്പത്യ ജീവിതമാണ്. കുറേ പേര് എൻ്റെ കമന്റ് ബോക്സിൽ തന്നെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു അധ്യാപകനായിരുന്നു. അധ്യാപകനല്ലല്ലോ ഒരിക്കലും കുടുംബജീവിതത്തിൽ കാണിക്കേണ്ടത്. വീട്ടിൽ വന്നിരുന്നിട്ട് നമ്മൾ ഇപ്പോൾ ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ സ്കൂളിലോ കോളേജിലോ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ നന്നായിട്ട് പഠിപ്പിക്കും. പക്ഷേ ദാമ്പത്യ ജീവിതം ഫ്ലോപ്പ് ആണെങ്കിൽ അത് ഫ്ലോപ്പ് തന്നെയാണ്. ഒരിക്കലും ഒരു അധ്യാപകൻ ആണെന്ന് വെച്ചിട്ട്, അധ്യാപകൻ എന്ന ക്വാളിറ്റി അദ്ദേഹത്തിന് ഉണ്ടെന്ന് വെച്ചിട്ട് ഈ പറയുന്ന പോലെ ദാമ്പത്യ ജീവിതം കളർഫുൾ ആവണമെന്നില്ല. അതാദ്യം മനസ്സിലാക്കുക. ഒരുപാട് പേര് കമന്റ് ചെയ്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഈ ഒരു എല്ലാം പറഞ്ഞിട്ടാണ് എല്ലാവർക്കും പറയാം, അവരുടെ വീട്ടുകാർക്കും അറിയാം, അവളെ അമ്മയ്ക്കറിയാം. നമ്മൾ സാധാരണയായിട്ട് കല്യാണം കഴിഞ്ഞിട്ടാണ് കുട്ടികൾ ഉണ്ടാവില്ലെന്നൊക്കെ അറിയുന്നത്. മുമ്പ് ഒരു ടെസ്റ്റ് നടത്തുന്ന കാരണം അല്ല, ഇതൊരു എന്ന് വെച്ചാൽ കൊച്ചി അത്യാവശ്യം ഇവന്റെ ഫിസിക്കൽ ഇതിലൊക്കെ കുറെ ആങ്സൈറ്റി ഉണ്ടായിരുന്നു. ഈ വ്യക്തിയുടെ കൊച്ചിച്ചന്റെ മകനാണ് വിഷ്ണു. അതായത് ഇവന്റെ ഒരു ഫിസിക്കൽ ഇതില് കുറച്ച് ആങ്സൈറ്റി കൊച്ചിച്ചന് കൂടുതലായിരുന്നു, അതായത് വിഷ്ണുവിന്റെ അച്ഛന് കൂടുതലായിരുന്നു എന്നാണ് ഈ വ്യക്തി പറയുന്നത്. അതായത് ഇവന് മുന്നേ ഇതിന്റെ പ്രശ്നമുണ്ടെന്നും അതിന്റെ ചികിത്സകളും കാര്യങ്ങളും ചെയ്തിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ വ്യക്തി പറയുന്നത്. അതുകൊണ്ട് തന്നെ അവന് കുട്ടികൾ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ സെക്സ് ചെയ്യാനുള്ള ശേഷിയും അവന് ഉണ്ടോ ഇല്ല എന്നുള്ളത് ഇവിടെ ഒരു ചോദ്യചിഹ്നമാണ്. അങ്ങനെ ചെയ്യാനുള്ള ശേഷി ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആൽമ വേറൊരാളെ തേടിപ്പോയി എന്നതും ഇവിടെ മറ്റൊരു വാസ്തവമാണ്. അങ്ങനെ തേടിപ്പോയത് ശരിയാണെന്നല്ല ഞാൻ വാദിക്കുന്നത്. നമുക്കൊരു ബന്ധം ശരിയാവെന്നും തോന്നുന്നില്ല. സെക്ഷൽ ലൈഫായാലും അല്ലാതെ മറ്റുള്ള ഒരു കാര്യത്തിലായാലും നമുക്ക് ഒരു ബന്ധം ശരിയല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ വ്യക്തിയെ വെച്ചുകൊണ്ട് കള്ളത്തരമല്ല കാണിക്കേണ്ടത്. ആ വ്യക്തിയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഡിവോഴ്സോ ബ്രേക്കപ്പോ എടുത്തിട്ട് നമ്മൾ വേറൊരു ബന്ധത്തിൽ പോവുക. അല്ലാതെ ഒരു വ്യക്തിയെ വച്ചുകൊണ്ട് ചതിക്കരുത്. അത് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി കണ്ടെത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരുടെ ആ ഒരു മൈൻഡ് സെറ്റ് എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്കൊരു ബന്ധം വേണ്ടെങ്കിൽ നമ്മൾ വേർപെടുത്തുക, നമുക്ക് വേണ്ടെങ്കിൽ താല്പര്യമില്ലെന്ന് ഓപ്പണായിട്ട് തുറന്നു പറയുക. ഈ താല്പര്യമില്ലെന്ന് ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞിട്ടും ചിലവരൊക്കെ പോവാതെ അങ്ങനെ നിൽക്കും. അങ്ങനെയുള്ളവരെ നമുക്കൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അത് അവരുടെ ആ ഒരു മൈൻഡ് സെറ്റാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയത്തില്ല. എന്നാൽ നമ്മൾ ഒരാളടുത്ത് താല്പര്യമില്ലെന്ന് ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാണിക്കേണ്ട മാന്യതയാണ് ഒഴിഞ്ഞു പോവുക. പക്ഷെ അങ്ങനെ പോവാതെ ചില ബന്ധങ്ങൾ അങ്ങനെ നൂല് പിടിച്ചു കിടന്ന് പിന്നെ അത് വേറെ കൊലപാതകത്തിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ പോയ ചരിത്രങ്ങളും ഉണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് കഷായം ഗ്രീഷ്മ കേസ്. ഷാരോണിന്റെ അടുത്ത് പല രീതിയിൽ അവനെ ഒഴിവാക്കിയിട്ട് അവൻ പോകാത്തതുകൊണ്ടാണ് അവസാനം അവനെ കഷായം കൊടുത്ത് അവൾ അങ്ങ് തീർത്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരാൾ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉള്ള ഉയരം കൊണ്ട് പോവുക എന്നതാണ് നമ്മൾ കാണിക്കേണ്ട മാന്യത. ഓക്കെ, ഇവിടെ ഈ കേസിൽ ഇവന് ശേഷിക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു കാര്യം അറിഞ്ഞു വെച്ചിട്ടും അവന്റെ ജീവിതത്തിലോട്ട്
ചുവടെ വെച്ച് കയറിയവളാണ് അൽമ. എന്നിട്ടും അവനെ തകർത്തെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അവനെ വച്ചും കൊണ്ട് അവൾ വേറെ പോയി അവന്റെ മനസ്സും അവന്റെ മാനസികാവസ്ഥയും തകർത്തെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഇത്രയും ക്രൂരയായിരുന്നു എന്നേ പറയാനുള്ളൂ. നിനക്ക് വേണ്ടെങ്കിൽ ഈ വിഷ്ണുവായിട്ട് ജീവിക്കുന്ന ജീവിതം പോരെങ്കിൽ നിനക്ക് വിഷ്ണുവിനെ വേർപെടുത്താമായിരുന്നു. അല്ലാണ്ട് അവനെ വച്ചും കൊണ്ട് വീട്ടിൽ വന്ന ഏതോ മറ്റേ ഡെലിവറി ബോയുടെ അടുത്ത് കൂടെ പോയി പരിപാടി ചെയ്യുന്ന പരിപാടിയൊന്നും അത്ര ഫെയർ ആയിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനെ ആണ് ഒരു സംശയം തോന്നിയിട്ട് ഇവര് കൊണ്ടുവന്ന് പിന്നെ വലിയൊരു എന്തോ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുന്നത്. അവന്റെ ലൈംഗിക അവയവത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ വല്ലതും ചെറുതിലെ കാണുമായിരിക്കും. ഉണ്ടാവും. പിന്നെ മാംസം എന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ അത്യാവശ്യം ഈ സയന്റിഫിക് ജേണലും മറ്റതും മറിച്ചതും ഒക്കെ നോക്കുന്ന കൂട്ടത്തിലാണ്. ചെറുപ്രായത്തിൽ പരിശോധിച്ചു, അത് ഉറപ്പാക്കി. അല്ല, ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത കുട്ടികൾ ഉണ്ടാവാത്തതിൽ മനംനൊന്താണ് ഇങ്ങനെ ചെയ്തേക്കെന്ന് പറയാൻ ഒരിതുമില്ല. കാരണം ഉണ്ടല്ലോ 10 വർഷം കഴിഞ്ഞില്ലേ. അത് ശരിയാണ്. പുറത്ത് ആദ്യം വന്ന വാർത്ത കുട്ടികൾ ഉണ്ടാവത്തേലും മനംനൊന്തിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തി പറഞ്ഞ പോലെ 10 വർഷമായില്ലേ. ഇത്രയും വർഷമായിട്ടും അത് അല്ല. അത് പോരാഞ്ഞിട്ട് ഇവിടെ പ്രശ്നം വിഷ്ണുവിനാണ്. അങ്ങനെയാണെങ്കിൽ അൽമയ്ക്കല്ല പ്രശ്നം. ആ സ്ഥിതിക്ക് കുട്ടികൾ ഉണ്ടാവാത്തതിന് കാരണം വിഷ്ണുവാണ്. ആ സ്ഥിതിക്ക് വിഷ്ണു എന്തിന് അൽമയെ തീർക്കണം? അതല്ല, മറ്റ് പരപുരുഷ ബന്ധമാകണം ഇതിനുള്ള എല്ലാ ചുവടും ഉണ്ടാക്കി വെച്ചത്. ഒരാളുടെ മാനസിക നില തെറ്റാൻ വലിയ താമസമൊന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമുക്കൊരു ബന്ധം വേണ്ടെങ്കിൽ വേർപെടുത്തിയതിനു ശേഷം മറ്റൊരു ബന്ധത്തിലോട്ട് പോവുക. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അയാളുടെ അപ്പോഴത്തെ ഇമോഷൻ വെച്ചിട്ട് എന്തും ചെയ്യും. അത് ശരിയാണെന്നല്ല ഞാൻ വാദിക്കുന്നത്, പക്ഷെ എന്തും ചെയ്യും. നമ്മൾ അതുകൊണ്ട് അത് മനസ്സിലാക്കി ജീവിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. അതെ, അഡോപ്ഷനെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ വിഷയമില്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടെ കൊച്ചിച്ചന്റെ മോൻ വിളിച്ച് പറയുന്നത്. പക്ഷേ ഈ കുട്ടിക്ക് ഒരു ബന്ധം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഏകദേശം അതായത് അൽമയ്ക്ക് മറ്റൊരു ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ കൊച്ചിച്ചന്റെ മോൻ തുറന്നു പറയുന്നത്. ഓക്കെ, അത് വലിയൊരു സംഭവം തന്നെയാണ്. ആ ഒരു ഇതിൽ തന്നെ അൽമയ്ക്ക് അവിഹിതം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. അത് പക്ഷെ അവ പറഞ്ഞിട്ടില്ല. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് നമ്മൾ അവന്റെ ബ്രദറിന്റെ അടുത്ത് അറിയുന്നത്. അവൻ പറയുന്നത് അൽമയുടെ കാമുകൻ എന്ന് പറയുന്ന പയ്യൻ ഈ പൂച്ചയ്ക്ക് ആഹാരം കൊടുക്കുന്ന ഡെലിവറി ബോയ് ആണ്. അങ്ങനെ ബന്ധം സ്ഥാപിച്ചു. ഈ വീട്ടിൽ വന്നു പോകുന്ന കാര്യമൊക്കെ വിഷ്ണു അറിയുന്നുണ്ടാവും. വിഷ്ണു അറിയുന്നത് ആരോ പറഞ്ഞിട്ട് കുറച്ചു കാലം എന്തോ ആയിട്ടുള്ളൂന്ന് പറഞ്ഞു. പിന്നെ അവളുടെ അടുത്ത് വിഷ്ണു ചോദിക്കുന്നു. അവള് എഗ്രി ചെയ്യുന്നു. അതായത് എഗ്രി ചെയ്തു എന്നാണ് പറയുന്നത്. പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കുന്ന ഡെലിവറി ബോയ് എങ്ങാണ്ടാണ് ഈ പറയുന്ന അൽമയുടെ കാമുകൻ. ഓക്കെ, ഒന്നും പറയാനില്ല, തീർന്നു. ഇനി അതുപോലെ തന്നെ ഇത് വിഷ്ണു കണ്ടുപിടിച്ചു, വിഷ്ണു ചോദിച്ചപ്പോൾ അൽമ സമ്മതിച്ചു എന്നും വാസ്തവമാണ്. അപ്പോഴും ഉറപ്പായിട്ട് അത് താങ്ങാൻ പറ്റത്തില്ല. 10 വർഷം പ്രണയം, അതും അവളെ ജീവന തുല്യം സ്നേഹിച്ചു. അങ്ങനെ പറയുമ്പോൾ കേൾക്കുന്ന സമയത്ത് ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതെല്ലാ പെണ്ണുങ്ങളും എല്ലാ വയ്യന്മാരും മനസ്സിലാക്കുക. നമ്മൾ ഒരിക്കലും ഒരു റിലേഷനിൽ നിന്നും കൊണ്ട് ഒരാളെ ചതിക്കാതിരിക്കുക. ചതിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും തിരിച്ചടി. അതൊക്കെ അവന്റെ സുഹൃത്താണ്, എന്റെ അടുത്താണ് എല്ലാം റിവീൽ ചെയ്തത്. നമ്മുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. വിഷ്ണു എന്തായിരിക്കും ചോദിച്ചേക്കുന്നത് അത് അറിയില്ല. പക്ഷെ എന്തായാലും അവർ ഫിസിക്കൽ റിലേഷൻ നടത്തി വന്നു. ഇവന് ആകെ ഇതായില്ലേ, ഡെസ്പായപ്പോഴേക്കും ചോദിച്ചു റിലേഷൻ ഉണ്ടായിട്ടുണ്ടോന്ന്. അപ്പൊ അവൾ എഗ്രി ചെയ്യുന്നതാണ് ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പൊ അവന്റെ ഓക്കെ, അവനുമായിട്ട് അതായത് ഡെലിവറി ബോയ് ആയിട്ട് ഫിസിക്കൽ റിലേഷൻ അൽമയ്ക്ക് ഉണ്ടായെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഒന്നുമില്ല, ഇത് മതിയല്ലോ. ഇത് കേൾക്കുന്ന ഒരു ഭർത്താവിനും ഒരിക്കലും താങ്ങാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് സ്വന്തമായിട്ട് തനിക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് എൻ്റെ ഭാര്യ വേറെ തേടിപ്പോയെന്നുള്ളൊരു ഈഗോയും കൂടി ഓരോ പുരുഷന്മാരെ ഹർട്ട്. അത് തന്നെ വലിയൊരു വിഷയമാണ്. അടുത്ത് പറഞ്ഞു, ഞാനെങ്ങനെ ഇനി ആ ബെഡില് കിടക്കും, ആ റൂമിൽ എങ്ങനെ ഞാൻ ജീവിക്കും, മാനസികാവസ്ഥ വിശ്വാസ വഞ്ചന കാണിച്ചൊരു സ്ത്രീയുടെ ഇതില് അങ്ങനെ അവൻ അങ്ങ് ഡെസ്പായി പോയതാണ്. പിന്നെ പക്ഷെ അവനെ ഒരിക്കലും അവളെ കളയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് അവൻ ഈ മറ്റേ ഷാജഹാൻ മുംതാസ് അതുപോലത്തെ ഒരു ബന്ധമായിരുന്നു അവര്. പിന്നെ തിരിച്ചു ഓക്കെ, എന്ത് ബന്ധമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാനൊരു കാര്യം പറയാം. നമ്മളെ ഒരാൾക്ക് വേണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അതിപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമല്ല, നമ്മളെ ചതിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞതുപോലെ വിഷ്ണുവിനെ അൽമ ചതിച്ചതുപോലെ ഇപ്പം എന്നെയോ നിങ്ങളെയോ ആരെങ്കിലും ചതിച്ചു കഴിഞ്ഞാൽ, അത് സ്ത്രീകളാണെങ്കിലും മനസ്സിലാക്കുക, പുരുഷന്മാരാണെങ്കിലും മനസ്സിലാക്കുക, നമ്മുടെ പാർട്ട്ണർ നമ്മളെ ചതിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ തീർത്ത് നമ്മുടെ ജീവിതവും കൂടി തുലയ്ക്കല്ല ചെയ്യേണ്ടത്. സീരിയസ്ലി നമ്മൾ അതല്ല ചെയ്യേണ്ടത്. പകരം നമ്മൾ അവരെ വേണ്ടെന്ന് വെക്കുക. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം. നാളെ ഞാനൊരു കല്യാണം കഴിച്ചെന്ന് വെച്ചോ, എൻ്റെ ഭാര്യ വേറെ അവിധം പിടിച്ചെന്ന് വെച്ചോ, വേറൊരു പുരുഷനായിട്ട് ബന്ധം വെച്ചെന്നങ്ങ് വെച്ചോ, ഞാൻ എൻ്റെ പൊന്നടാവേ ഒന്നിനുമില്ല,
കൊണ്ടുവന്നില്ലേ ബാഗും കൊടുക്കുകയും പൊക്കണമൊക്കെ ആയിട്ട് എടുത്തുകൊണ്ടങ്ങ് പതുക്കെ പോയാൽ മതി. ഇവിടെ ഒരു തേങ്ങയ്ക്ക് ഇനി നിൽക്കേണ്ട, ഇനി ഒരു ബന്ധവുമില്ല, അത്രയേ ഉള്ളൂ. ഡിവോഴ്സ് അതും വാങ്ങി ഞാൻ മിണ്ടായിരിക്കേണ്ട കാര്യം നോക്കും. അല്ലാണ്ട് കൊല്ലാനോ തല്ലാനോ പിടിക്കാനോ ഒന്നും ഞാനില്ല. കാരണം അങ്ങനെയല്ല, നമ്മുടെ ജീവിതം കൂടിയല്ല നമ്മൾ തുലച്ച് കളയേണ്ടത്. നമ്മൾ ഒരാൾക്ക് വേണ്ടെങ്കിൽ അവർക്ക് മുന്നേ നമുക്ക് വേണ്ടെന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ വിട്ടിട്ട് നമ്മുടെ കാര്യം നോക്കുക, അത്രേ പറയാനുള്ളൂ. ഇവിടെ വിഷ്ണു ഇപ്പോൾ അവൻ്റെ എടുത്തുചാട്ടത്തിൽ ഈ പറയുന്ന അൽമയെ തീർത്തു. ആരുടെ ജീവിതം പോയി? വിഷ്ണുവിൻ്റെ ജീവിതം പോയി. പകരം അവളെ ഒഴിവാക്കിയിട്ട് അവൻ ഒറ്റയ്ക്ക് ജീവിക്കാമായിരുന്നു, അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാമായിരുന്നു. ബെറ്റർ അല്ലേ? അതാണ്, അത്രേ ഉള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്യാൻ പാടില്ലാത്തെല്ലാം കാട്ടിക്കൂട്ടി വെച്ച് ഞാൻ കുറച്ച് കമൻസ് നോക്കി. എൻ്റെ വീഡിയോയിൽ വന്നിട്ടുള്ള കമൻസ് ആണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ എന്നെ PSC ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് വിഷ്ണു സാർ. നല്ല സാറായിരുന്നു. ഈ ന്യൂസ് കേട്ടപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല. എന്നെ ഡിഗ്രിക്കും ഇംഗ്ലീഷ് ക്ലാസ് എടുത്തിട്ടുണ്ട്. എന്ത് പാവമായിരുന്നു. ഒരിക്കലും ഒരു അധ്യാപകനെ നമ്മൾ അധ്യാപകന്റെ രീതിയിൽ കാണുക. അവരുടെ കുടുംബജീവിതം വേറെ ആയിരിക്കും, അവർ ക്ലാസ്സിലെടുക്കുന്ന ക്ലാസ് വേറെ ആയിരിക്കും. അതും ഇതും വെച്ചിട്ട് ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. ഒരു രീതിയിലും കണക്ട് ആവത്തില്ല. അത് എല്ലാ മനുഷ്യരുടെ ആയാലും. ഇപ്പം ഞാനായാലും എൻ്റെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന സംസാരം മാത്രമായിരിക്കും നിങ്ങൾ കാണുന്നത്. ഇതിനുശേഷം എൻ്റെ ലൈഫിൽ ഞാനിങ്ങനെയല്ല, തികച്ചും വ്യത്യാസമാണ്. അതെല്ലാവരുടെ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അവരുടേതായ പ്രൊഫഷനിൽ അവർ ഓക്കെയാണ്, അവർ കംഫർട്ടായിട്ട് നിൽക്കും, അവർ കറക്റ്റ് കാര്യങ്ങൾ ഉടനെ സംസാരിക്കും, പഠിപ്പിക്കേണ്ടവരാണെങ്കിൽ പഠിപ്പിക്കും. പക്ഷെ കുടുംബജീവിതം വരുമ്പോൾ വേറെ തന്നെയാണ് മക്കളെ. അതെല്ലാവരുടെ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്, പറഞ്ഞെന്നേ ഉള്ളൂ. അതുകൊണ്ട് ക്ലാസ്സിൽ പഠിപ്പിച്ച സാറായതുകൊണ്ട്, സാറ് സൂപ്പർ സാറായതുകൊണ്ട് അടിപൊളിയായിരിക്കും നമ്മൾ വിചാരിക്കരുത്. പിന്നെ ഈ പറയുന്ന പോലെ അധ്യാപകനായിരുന്ന വിഷ്ണു സ്വന്തം വിദ്യാർത്ഥിനിയാണ് പ്രേമിച്ചത്. വിദ്യാർത്ഥിനിയായിരുന്ന അൽമ സ്വന്തം അധ്യാപകനായാണ് പ്രണയിച്ചത്. ഇത് തന്നെ എനിക്കൊരു ഒരു 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 ചർച്ചയില്ലായ്മ ഉള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ഒരു ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഒരിക്കലും ജീവൻ എടുക്കാനുള്ള കാരണമാകരുത്. അതെ, കറക്റ്റ്. വേണ്ട എങ്കിൽ ഉപേക്ഷിക്കാമായിരുന്നില്ലേ? ഇങ്ങനെ ഒരു ക്രൂരമായ അവസാനമാകാൻ പാടില്ലായിരുന്നു. വളരെ വേദനിപ്പിക്കുന്ന സംഭവം. കറക്റ്റ് കാര്യമാണ്. വേണ്ടെങ്കിൽ ഉപേക്ഷിക്കുക, അല്ലാണ്ട് ജീവിതം എടുത്ത് ജീവനും എടുത്ത് സ്വന്തം ജീവിതവും കൂടി തുലച്ച് കളയില്ല. 10 ഇയർ ആയിട്ടും പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കഷ്ടം. എന്ത് മനസ്സിലാക്കാൻ? ഒന്നുമില്ല. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാ പ്രണയങ്ങളും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും പറയുന്നത് ഷാജഹാൻ മുംതാസ് പോലത്തെ പ്രണയങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും അത് വിഷ്ണു സാർ നല്ല സാർ. ഇത് ഒത്തിരി പേർ പറയുന്നു. അയാളോട് അടുത്ത ഇടപഴകിയവർ അയാൾ ആരെന്നും എന്തെന്നും അറിയാം. അയാൾ ഒരു ക്രിമിനലാണ്. സാർ കൊലയ്ക്ക് മുന്നേ ഇന്നും ഒരു പ്രതി ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണം. അതായത് ഇവൻ വലിയ ഉടായ്പാണെന്നും കമന്റ്സിൽ പറയുന്നുണ്ട്. നമുക്ക് ഇയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയില്ല. പിന്നെ നമ്മൾ ഈ ന്യൂസിൽ വന്നതും കാര്യങ്ങളും വെച്ച് കമന്റ്സും വെച്ച് ജഡ്ജ് ചെയ്താണ് സംസാരിക്കുന്നത്. ഓക്കെ, പാവം സാറായിരുന്നു. ഒരു മനുഷ്യൻ ദുഷ്ടനാകാൻ നിമിഷങ്ങൾ മതി, അതിലൂടെ മനസ്സിലാകുന്നു. അതെ, അതിൽ വിഷ്ണു ഫേസ്ബുക്ക് വഴിയല്ല പരിചയപ്പെട്ട വിഷ്ണുവിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു അൽമ. അതായത് ഫേസ്ബുക്ക് പ്രണയമല്ല, സ്റ്റുഡന്റ് ആയിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അത് എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ തെറ്റുപറ്റി. ഓക്കെ, ഫേസ്ബുക്ക് വഴിയോ? അവൾ PG കയറിയപ്പോൾ അവളെ പഠിപ്പിച്ച അധ്യാപകനായിരുന്നു. അതെ, അധ്യാപകൻ വിദ്യാർത്ഥിനി തമ്മിലുള്ള പ്രണയമായിരുന്നു ഇവരുടെ പ്രണയം. ആ പ്രണയബന്ധം തന്നെ എനിക്കൊരു യോജിപ്പില്ലാത്തൊരു പ്രണയബന്ധമായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാണ്, അധ്യാപകനായ അധ്യാപകന്റെ സ്ഥാനത്തേക്കുക, വിദ്യാർത്ഥിനിയായ വിദ്യാർത്ഥിനിയെ സ്ഥാനത്തേക്കുക. അല്ലാതെ രണ്ടും കൂടി പ്രേമിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവസാനം ഇതുപോലെ ഇരിക്കുക. അത് ആ ഒരു ബന്ധം തന്നെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ലെവലിലുള്ള സ്റ്റാർട്ടിങ് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഒരു അധ്യാപകൻ വിദ്യാർത്ഥിനി പ്രണയം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്തായാലും നടക്കാൻ പാടില്ലാത്തതെല്ലാം നടന്നു. ഇതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അവിഹിതം പിടിക്കുകയാണെങ്കിൽ ബന്ധം വേർപെടുത്തിയിട്ട് പിടിക്കുക, അല്ലാതെ പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ഇരിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇമോഷൻ ഏത് ലെവലിൽ വർക്കൗട്ട് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മളൊരാൾ ചതിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിടുക, നമ്മുടെ കാര്യം നോക്കുക, അവരെ ഒഴിവാക്കുക. പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കും എന്ന് പറയുന്നത് പോലെ നമ്മൾ ആരെങ്കിലും ചതിച്ചു കഴിഞ്ഞാൽ നാളെ അവരെ ആരെങ്കിലും ചതിക്കും എന്നുള്ള കാര്യം മാത്രം നമ്മൾ ചിന്തിച്ച് നമ്മുടെ കാര്യം നോക്കി അടിപൊളിയായിട്ട് പോകാൻ ശ്രമിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും പക വെട്ടി തീർക്കാനുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ കുത്തി തീർക്കാനുള്ളതാണെങ്കിൽ അവസാനം നമ്മുടെയും കൂടി ജീവിതവും ജീവനും തൊലഞ്ഞെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയൊരു വീഡിയോ ഇടണം. ബൈ.